നമുക്കിന്നൊരു പേർഷ്യൻ പോളോ റെസിപ്പി കണ്ടാലോ. ഇതൊരു റൈസ് റെസിപ്പി തന്നെയാണ് കേട്ടോ. ചിക്കനൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റൈസ് റെസിപ്പി. പക്ഷേ അതിന് സ്പെഷ്യൽ കറികളൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. ടേസ്റ്റിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മളിതിലേക്ക് ചെറിയ ഉരുണ്ട അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വെക്കാം. നമ്മളൊരു 100 ഗ്രാം ചിക്ക് പീസും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇത് കുക്ക് ചെയ്ത ഫ്രോസൺ ചിക്ക് പീസാണ്. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ, കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കുറച്ച് പാഴ്സ്ലിയും, ഒരു ഓണിയൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കനും ചെറുതായി ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കാം. പാൻ ചൂടാകുമ്പോൾ അല്പം ഓയിൽ ഒഴിച്ച് ഒണിയൻ ഇട്ട് കൊടുക്കാം. ചിക്ക് പീസ് ഫ്രോസൺ ആയതുകൊണ്ട് നമ്മളൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ സ്പൈസസ്: ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒണിയൻ്റെ റോ ഫ്ലേവർ മാറുമ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാമിൻ്റെ ഒരു ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചിക്ക് പീസ് വെള്ളമൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. മറ്റൊരു പാനിൽ ചിക്കൻ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും മാത്രം ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 4-5 സോസേജ് ഓവനിലൊരു 3 മിനിറ്റ് കുക്ക് ചെയ്ത് നമുക്ക് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒന്ന് തിളച്ച് വരുമ്പോൾ റൈസ് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും സോസേജും ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച പാഴ്സ്ലിയും കൊറിയാണ്ടർ ലീവ്സും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചൊരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ടേസ്റ്റി ജൂയിഷ് പേർഷ്യൻ പോളോ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.